മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ക്ഷണിക നേരം മാത്രമാണ്. ആ ക്ഷണിക നേരത്തേക്കുള്ള ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ 100 വർഷം കഴിഞ്ഞ് പോകുന്ന മനുഷ്യന്റെ ജീവിതം നിത്യമായ നരകത്തിലേക്ക് പോകരുത്, നിത്യമായ സ്വർഗത്തിലേക്ക് പോകണം. നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലമേ ഉള്ളൂ. ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മൾ തത്രപ്പെടുകയാണ്. അടുത്തെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ജീവിക്കുന്ന 80 വർഷമോ 90 വർഷമോ ജീവിക്കുന്ന മനുഷ്യൻ ഇവിടുന്ന് വിട്ടാൽ നിങ്ങൾ എവിടെ ജീവിക്കും, എവിടെ എത്തും? അത് നിത്യമായ സ്വർഗത്തിലാണോ, നിത്യമായ നരകത്തിലാണോ? ആ നിത്യമായ നരകത്തിൽ പോകുവാൻ മനുഷ്യന് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ മതി. ഒന്നുകിൽ മദ്യവും മയക്കുമരുന്നും കള്ളും കഞ്ചാവും, ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളിലും മനുഷ്യൻ ഉത്സവങ്ങളും പെരുന്നാളുകളും ആഘോഷിച്ച് തിമിർത്ത് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ഇവിടെ കോടികളുടെ മദ്യമാണ് വിറ്റഴിയുന്നത്. അത് ആരെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിലെ തന്റെ ജനമാണ് കുറിച്ച് തീർക്കുന്നത്. ഈ മദ്യം കഴിച്ച് സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ അവളുടെ ഈ മദ്യം കഴിക്കുന്നവന്റെ തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസമില്ല, നല്ല ഭവനമില്ല, നല്ല വീടില്ല, നല്ല കോളേജോ വേറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ മദ്യം ഉണ്ടാക്കുന്നവൻ നല്ല ഭവനങ്ങൾ താമസിക്കുന്നു. അവന്റെ മക്കൾ വളരെ വില കൂടിയ വസ്ത്രം ധരിച്ച് ഈ ലോകത്തിൽ ആഡംബരമായി ആർഭാടമായി ജീവിക്കുന്നു. ഇവിടെ മദ്യപിക്കുന്നവൻ കിടക്കുന്നത് ഓടച്ചാലിലും വഴിയമ്പലങ്ങളിലും. അവന് നേരെ ഉടുക്കാൻ വസ്ത്രമില്ല. അവന്റെ മക്കളും ഭാര്യയുടെ സ്ഥിതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് മനുഷ്യന്റെ ദുഷ്ടതയിൽ പിശാച് കുത്തിവെച്ച വലിയൊരു അടിസ്ഥാനമാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഏകമാർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ സ്വർഗമാർഗത്തിലേക്ക്, സ്വർഗ ജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ സത്യമാർഗത്തിലേക്ക് പോകണം. ആ സത്യമാർഗത്തിനകത്ത് ജീവിക്കുന്നവൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ വേണ്ടി കഴിയത്തില്ല.